ശ്രീമതി അനിത കുമാരി, ബഡ്ജറ്റിൻ്റെ പൊതുവിലുള്ള ഒരു ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സാമ്പത്തിക മേഖലയിൽ ഈ ബഡ്ജറ്റ് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്? നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് 24-25 കുറിച്ച് നമ്മൾ നോക്കുമ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇക്കണോമിക് സർവേ ഇന്നലെ ചെയ്തല്ലോ, ടേബിൾ ചെയ്തു. അപ്പൊ അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ GDP-യുടെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 6.5 മുതൽ 7% വരെ ഉള്ളൂ. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു വികസിത ഭാരതം എന്ന് പറയുന്ന 2047 ആകാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇത്ര കണ്ട് ഇങ്ങനെ ഒരു വളരെ കോൺഫിഡന്റ് കുറഞ്ഞ ഒരു GDP ഗ്രോത്ത് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്കണോമിക് സർവേയിൽ തന്നെ ഫിസ്ക്കൽ പൊസിഷനെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കിപ്പോ എടുത്തു നോക്കുമ്പോൾ തന്നെ അറിയാം, ശരിക്കും ഇന്നത്തെ ബഡ്ജറ്റില് അതായത് കേന്ദ്രത്തിന്റെ ഫിസ്ക്കൽ പൊസിഷൻ, ധനകാര്യ പൊസിഷനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വലിയ വർധന ഉണ്ടായിട്ടില്ല. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാത്രം, അതായത് മൂലധനത്തിലുള്ള ചെലവിന് ഒരു ഹൈക്ക് പറയുന്നുണ്ടെങ്കിലും ഇന്ററിം ബഡ്ജറ്റുമായിട്ട് നോക്കുമ്പോൾ ഒരു വ്യത്യാസവും, അത് സെയിം തന്നെയാണ്. അപ്പൊ ഈ ഹൈക്ക് എവിടെ നിന്നാണ് ഉണ്ടായത്? ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ഒരു വർധനവും കാണുന്നില്ല. അത് പഴയപടി തന്നെയാണ്. നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ, റെക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കുറച്ചുകൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓവറോൾ ആയിട്ട് ഇപ്പൊ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ കിട്ടുന്ന സബ്സിഡി കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പം സബ്സിഡിയുടെ കുറവും ബാക്കിയുള്ള MGNREG പോലെയുള്ള നമ്മുടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉതകുന്ന തരത്തിലുള്ള റെക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിൽ കുറവ് വരുത്തിയിട്ട്, അപ്പൊ അത് നമുക്ക് നോക്കുമ്പോൾ അറിയാം 0.4% മാത്രമേ ഉള്ളൂ കഴിഞ്ഞ 22, 23, 24 തമ്മിലുള്ള വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ. പക്ഷെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നമുക്ക് കാണാം ഒരു 28% ഗ്രോത്ത് കഴിഞ്ഞ വർഷമുണ്ട്. പക്ഷെ ഈ ഗ്രോത്ത് ഉണ്ടായത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ വളരെയധികം താഴോട്ട് കൊണ്ടുപോയിട്ടാണ്. അപ്പം സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന ഇപ്പൊ ഫുഡ് സബ്സിഡി പോലെയുള്ള പല ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ഹൈക്ക് കാണിച്ചിരിക്കുന്നത്. ഈ ഹൈക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വികസിത ഭാരതത്തിലോട്ട് എത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫിസ്ക്കൽ കൺസോളിഡേഷൻ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഒരു ശകലം കുറയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ അത് 5.1 ആയിരുന്നു കഴിഞ്ഞ ഇന്ററിം ബഡ്ജറ്റിൽ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിപ്പം ശകലം കൂടി കുറച്ചിട്ട് 4.9 ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ ഓർക്കണം, FRBM എന്ന് പറയുന്നതിന്റെ റെസ്ട്രിക്ഷൻ 3ഉം 3.5ഉം ആണ്. അതിനേക്കാൾ വളരെ മുകളിലാണ് സെൻട്രൽ ഗവൺമെന്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് ഈ സമയത്ത്. അപ്പൊ ഇത് സംസ്ഥാനങ്ങളുടെ മേലിൽ പലതരത്തിലുള്ള ബോറോയിങ് ലിമിറ്റുകളും പലതും അടിച്ചേൽപ്പിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് അവരുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യം വരുമ്പോഴും കാര്യമായ റിഡക്ഷൻ കാണിക്കുന്നില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഫിസ്ക്കൽ പൊസിഷനുമായിട്ട് നോക്കുമ്പോൾ കാണേണ്ടതെന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന ടാക്സ് ഷെയർ അതെങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കഴിഞ്ഞ വർഷത്തിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്കൊരു 19 പോയിന്റ് ഇൻക്രീസ് ഉണ്ടായിരുന്നു ടാക്സ് ഷെയർ. സെൻട്രൽ ഗവൺമെന്റ് അവർ കളക്ട് ചെയ്യുന്ന ടാക്സ് ഇപ്പം ഫിനാൻസ് കമ്മീഷൻ വഴിയാണെങ്കിൽ പോലും തരുന്ന ട്രാൻസ്ഫർ 19.09% ഉണ്ടായിരുന്നു. പക്ഷെ 24-25 ആയപ്പോൾ ഇത് കാണുന്നത് 10.42 ഉള്ളൂ. അപ്പൊ ഇതിലൊരു കുറവ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഫിസ്ക്കൽ പൊസിഷൻ അത് അഫക്റ്റ് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മൊത്തത്തിലുള്ള പല കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കേരളത്തിൽ നമ്മൾ 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് ചോദിച്ചിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള മെൻഷനിങ്ങും ഇല്ല. മാത്രമല്ല പ്രത്യേകിച്ച് ഉള്ള യാതൊരു കൺസിഡറേഷൻസും കണ്ടതുമില്ല നമ്മൾ. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ടൂറിസം മേഖലയിൽ കുറെ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ റിലീജിയസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക. ഇപ്പൊ കേരളം പോലുള്ള സംസ്ഥാനം ഗോഡ്സ് ഓൺ കൺട്രി ആണെന്നൊക്കെ പറയുന്നെങ്കിലും ടൂറിസത്തിന്റെ ഒരു ഒരു വേർഡ് പോലും നമ്മളെ പറ്റി മെൻഷൻ ചെയ്തില്ല. അത് സദേൺ സ്റ്റേറ്റ്സിന് ആരെക്കുറിച്ചും പറഞ്ഞില്ല. ഒറീസ, UP, അതുപോലെ ബീഹാർ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ തന്നെ നമുക്കൊരു നിരാശ അനുഭവപ്പെടുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് തോന്നുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വർധന ഉണ്ടായിട്ടുണ്ട്, മൂലധന ചെലവുകളുടെ വർധനവ് ഒരു കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ കുറവുണ്ടായതിന്റെ ഒരു പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ കൂട്ടിയിട്ടല്ല ഈ കുറവ് വരുത്തിയേക്കുന്നത്.
അല്ല ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടിയേക്കുന്നത്. അതുപോരാ, ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ വരേണ്ടതാണ്. ഇത്രയും മൂലധനം നമുക്ക് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്താണ്, നമ്മൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 132 റാങ്ക് ആണ്, വളരെ പിന്നിലാണ്. അപ്പൊ ഈ എംപ്ലോയ്മെന്റ് ജനറേഷനും ബാക്കിയുള്ള സ്കിൽ ഡെവലപ്മെന്റും ഒക്കെ ഇത്രയും മതിയോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഈ കൊടുത്തേക്കുന്നത് നല്ലത് തന്നെയാണ്, ഞാൻ ഒരിക്കലും അതൊരു മോശമായ കാര്യമാണെന്നോ, മാത്രമല്ല ഇപ്പൊ ഇന്റേൺഷിപ്പിന് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒത്തിരി എംപ്ലോയ്മെന്റ് ജനറേഷനൊക്കെ വേണ്ടിയിട്ട് കുറെ സ്കീംസ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, CSS പലതും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോഴും ഇത് മതിയോ എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തമായ ചോദ്യം. ഈ നികുതി ഘടനയിൽ ഇൻകം ടാക്സിൽ മാറ്റം വരുത്തിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിതാപകരമായ കാര്യമാണ്. കാരണം നമ്മൾ ന്യൂ സ്കീമിൽ മാത്രമേ മാറ്റമുള്ളൂ, പഴയ സ്കീമിൽ യാതൊരു മാറ്റവും പറഞ്ഞിട്ടില്ല. അപ്പം ഒരുപാട് ആൾക്കാർ പഴയ സ്കീമിലുള്ളവരാണ്. പ്രത്യേകിച്ച് ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്ന ആള് 2 ലക്ഷം രൂപ വരെ അയാൾക്ക് ഇൻട്രസ്റ്റിന് എക്സംഷൻ കിട്ടുന്നതാണ് പഴയ സ്കീമിൽ. പുതിയ സ്കീമിൽ അങ്ങനെയുള്ള യാതൊരു എക്സംഷൻസും ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നിന്ന് 75,000 ആക്കിയേക്കുന്നത് ഓൺലി ഫോർ പുതിയ ന്യൂ സ്കീംസിനെ ഉള്ളൂ. പഴയ സ്കീം ആൾക്കാർ വളരെ എന്ന് വെച്ചാൽ യാതൊരുവിധ മാറ്റവും ഇല്ല. അവരിൽ നിന്ന് അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹയർ റേറ്റ് ഓഫ് ടാക്സ് തന്നെ കൊടുക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു അതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമല്ല. കാരണം PF നിക്ഷേപിക്കുന്നതായാലും ശരി, അതുപോലെ ഹൗസിംഗ് ലോൺ എടുക്കുന്നതായാലും ശരി, അതുപോലെ മറ്റ് നിക്ഷേപങ്ങളെ ഒരു ഹനിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ചെലവാക്കിക്കോളൂ, നിങ്ങളുടെ ഇൻകം കാണിക്കുക, അതിനനുസരിച്ചിട്ടുള്ള ടാക്സ് റേറ്റ് കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ സേവ് ചെയ്യണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഗവൺമെന്റ് ബോധേഡല്ല. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറിൽ കൂടുതൽ ആൾക്കാരും പഴയ എക്സംപ്റ്റഡ് ആ ഒരു സ്ട്രക്ചറിൽ ഇരിക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റും ഇല്ല.